ഞാൻ കുറച്ച് യാത്രകളൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അന്റാർട്ടിക്കയ്ക്ക് പോകണമെന്നുള്ളത് കാരണം ഏതാണ്ട് 4-5 ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അന്റാർട്ടിക്കയിലൊന്ന് പോകണം. അത് 2008 ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അന്റാർട്ടിക്കയിലേക്ക് ഇന്ന് കുറേ ടൂർ കമ്പനികളൊക്കെ അന്റാർട്ടിക്കയിലേക്ക് ടൂറുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ടൂർ കമ്പനികളൊന്നുമില്ല. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്തി ഞാൻ അങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നു. അലേഹോ കോൺട്രാറസ് എന്ന് പറയുന്ന ഒരു ചിലിക്കാരനായിരുന്നു ആൾ, ചിലിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ദക്ഷിണ ധ്രുവത്തിലേക്ക് പലതവണ യാത്രകൾ ചെയ്തിട്ടുള്ളതാണ്. ദക്ഷിണ ധ്രുവം നിങ്ങൾക്കറിയാം എവിടെയാണെന്ന്, അന്റാർട്ടിക്കയിൽ തന്നെയാണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ ചെന്നിട്ട് അവിടെ നിന്ന് സ്ലെഡുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഗതാഗത സംവിധാനങ്ങളിൽ നടന്നും അല്ലാതെയും ഒക്കെ ഇയാൾ ദക്ഷിണ ധ്രുവത്തിലേക്ക് 3 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഒരു സംഘത്തെ നയിച്ചതും ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയമായി. അദ്ദേഹത്തിന് കുറേശ്ശെ ഇംഗ്ലീഷ് അറിയാം. ഞങ്ങൾ ആശയവിനിമയം നടത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ടെലിവിഷന് വേണ്ടി ട്രാവലോഗുകൾ ചെയ്യുന്ന ആളാണ്, എനിക്ക് അന്റാർട്ടിക്കയിലെത്താം, ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകാനുള്ള സമയമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്കൊരു ഈ കപ്പലിലൊന്നും പോയാലൊന്നും ഉടനെ കാര്യം നടക്കില്ല, നമുക്ക് അവിടെ പോയി താമസിക്കണം. ഞാൻ പറഞ്ഞു, ഒരു 5 ദിവസമെങ്കിലും എനിക്ക് അവിടെ താമസിക്കണം. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ആ സൗഹൃദം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു 6 പേരെ കൂടി അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. അമേരിക്കയിലും കാനഡയിലും ഒക്കെയുള്ള ഈ UK നിന്നുമൊക്കെയുള്ള ഒരു 6 പേരെ കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തു. ഞങ്ങളതിൻ്റെ പണം ആദ്യം തന്നെ കൊടുത്തു. ചിലിയിലെ പ്യൂണ്ട അറീനാസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്ന് ഞങ്ങളൊരു വിമാനം വാടകയ്ക്കെടുത്തു. ഒരു ചെറിയ വിമാനം, 10 സീറ്റുള്ള ഒരു വിമാനം. ഈ വിമാനത്തിന് ഇത്രയേ ഉള്ളൂ പൈസ എന്ന് മനസ്സിലായി. ഇത് പോയി മഞ്ഞിൽ ലാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന കപ്പാസിറ്റിയുള്ള വിമാനമാണ് ഈ വിമാനം. 2008 വിമാനം വാടകയ്ക്കെടുത്ത് അന്റാർട്ടിക്ക പോകുമെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റുമോ? പക്ഷേ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരിക സാധ്യതകൾ. ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വിമാനം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവരുടെ അഡ്വാൻസ് കൊടുക്കണം, ഇത്ര പൈസ ഇതെല്ലാവരും ഇടാൻ പറഞ്ഞു. ഞങ്ങളിട്ടു. അദ്ദേഹം അവിടെ അഡ്വാൻസ് കൊടുക്കുന്നു, വിമാനം റെഡിയാകുന്നു. ഞങ്ങൾ ചിലിയിൽ ചെല്ലുന്നു, ഈ പ്യൂണ്ട അറീനാസിൽ ചെല്ലുന്നു. യാത്രയുടെ തലേദിവസം ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്നു. പരസ്പരം അന്നാണ് ആദ്യമായിട്ട് എല്ലാവരും കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ ഇന്ന സ്ഥലത്ത് എത്താൻ പറയുന്നു. ഞങ്ങൾ അവിടെ വസ്ത്രങ്ങൾ എന്ത് വേണം, ബാക്കി ഫെസിലിറ്റികൾ എന്ത് വേണം, കൊണ്ടുപോകേണ്ട എന്തൊക്കെ തീരുമാനിക്കുന്നു. ഇങ്ങനെ അവിടെ ചെല്ലുന്നു. അതുവരെ അപ്പോഴും എനിക്ക് സംശയമാണ്, ഒരു വിമാനത്തിൽ വാടകയ്ക്കെടുത്ത് അന്റാർട്ടിക്കയിലേക്ക് പോകാൻ മരങ്ങാട്ടുപള്ളിക്കാരനായി എനിക്ക് സാധ്യമാണോ? പക്ഷേ സാധ്യമാണെന്ന് രാവിലെ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞൻ വിമാനം അവിടെ റെഡിയായി കിടപ്പുണ്ട്. പൈലറ്റ് അലഹാൻഡ്രോ എന്ന് പറയുന്ന പൈലറ്റുണ്ട്, അയാളുടെ ഒരു സഹായിയുണ്ട്. അങ്ങോട്ട് പറന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയില്ല, തിരിച്ച് പറക്കുമ്പോൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് നേരം ആ വിമാനം പറത്തിയത് ഞാനാ. എന്നാലോചിച്ച് ചോദിക്കേ. അപ്പോൾ അന്റാർട്ടിക്കയിൽ പോകുക മാത്രമല്ല, വിമാനം പറത്തൽ പോലും ഇത്രയുള്ള അന്നേരം മനസ്സിലായി. അങ്ങനെ 6 ദിവസമാണ് ഞങ്ങൾ അന്റാർട്ടിക്കയിലെ ചിലിയുടെ ബേസ് ക്യാമ്പിൽ താമസിച്ചത്. അവിടുത്തെ എല്ലാ ജീവിതാനുഭവങ്ങളിലൂടെയും കടന്നുപോയി. 6 ദിവസമൊക്കെ ചിലിയുടെ ബേസ് ക്യാമ്പിൽ ഇപ്പോൾ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് പോലും താമസിക്കാൻ സൗകര്യമില്ല. ഒന്ന് പോയി കരയ്ക്ക് ഇറക്കി തിരിച്ചു കൊണ്ടുവരികയൊക്കെയാണ് ചെയ്യുന്നത്.